So hi guys, so നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് എങ്ങനെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് ഷോർട്ട് വീഡിയോ കൂടെയാണ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് എളുപ്പം, അതോ ഈ ലോങ് വീഡിയോസ് കൂടെയാണ് ഇൻകം ഏൺ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻകം ഏൺ ചെയ്യാൻ മുമ്പായിട്ട് നമുക്ക് അതിന് ക്രൈറ്റീരിയ വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ വരുന്നുണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഈ പറയുന്ന 3000 വാച്ച് അവേഴ്സ്. അതില്ലാന്നുണ്ടെങ്കിൽ 3 million യൂട്യൂബ് ഷോർട്ട് വ്യൂസ്. ഇതുണ്ടെങ്കിൽ മാത്രം ഫസ്റ്റത്തെ ക്രൈറ്റീരിയ നമ്മൾ അച്ചീവ് ആകത്തുള്ളൂ. ആ ക്രൈറ്റീരിയയിൽ നമുക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലുതായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എപ്പോഴും 4000 വാച്ച് അവേഴ്സ്, അതായത് സെക്കൻഡ് ടൈം 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ്. 4000 വാച്ച് അവേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സ് കൂടെ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഷോർട്സിൽ നമുക്കൊരു 100 lakh വ്യൂസ് പോവുകയാണെങ്കിൽ തന്നെ നമുക്കത് ഈ പറയുന്ന ടയർ 2 നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന 4000 വാച്ച് അവേഴ്സ് കിട്ടുക? ഇത് കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 4000 മണിക്കൂർ ആരാ വീഡിയോ നോക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ വലിയ ചിന്തകളും കാര്യങ്ങളും വരുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 മണിക്കൂർ എന്നുള്ളത് നമുക്ക് മിനിറ്റുകളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. 4000 മണിക്കൂർ മിനിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2,40,000 മിനിറ്റുകളായിരിക്കും വരുന്നത്. അപ്പം ഈ 2,40,000 മിനിറ്റ് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് വീഡിയോയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു സൈഡിൽ കൂടെ ഷോർട്സും പോകട്ടെ, ഇൻ ബിറ്റ്വീൻ ഒരു സൈഡിൽ കൂടെ കുറച്ച് ലോങ് വീഡിയോസ് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വാച്ച് അവേഴ്സ് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഒറ്റയടിക്ക് 100 lakh വ്യൂസ് ഒക്കെ എത്തിക്കണം എന്നുള്ളത് കുറച്ച് പാടാണ്. പാടുന്ന ഇൻ ദ സെൻസ് നമുക്ക് ചിലപ്പോൾ ലക്ക് കൊണ്ട് ചിലപ്പം ഏതെങ്കിലും വീഡിയോ വൈറലായി അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. ഇൻ കേസ് എല്ലാവർക്കും ഈ ലക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ ഷോർട്സും പോകട്ടെ, വേറൊരു സൈഡിൽ കൂടെ ലോങ് വീഡിയോസും കൂടി നിങ്ങൾ കൊണ്ടുപോകൂ. ലോങ് വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പറയുന്ന ഒരു 5 minutes ഡ്യൂറേഷൻ അല്ലെങ്കിൽ 4 minutes ഡ്യൂറേഷൻ. കാരണം 3 minutesനകത്ത് ഏത് വീഡിയോ വന്നാലും അത് ഷോർട്ട് വീഡിയോയിലോട്ട് പോകും. അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് റീൽസ് എടുക്കുമ്പോൾ ഫോൺ ഇങ്ങനെയല്ല വെച്ചേക്കുന്നത്. അത് ഫോൺ ഇങ്ങനെയാണ് നമ്മൾ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇത് സെയിം ഇത് നമുക്ക് ഈ യൂട്യൂബിൽ ഈ ഒരു 3 മിനിറ്റുള്ള വീഡിയോ എടുത്താൽ ഈ ഒരു ആംഗിൾ വെച്ച് എടുക്കുവാണെങ്കിൽ അത് ഷോർട്ടിലോട്ടായിരിക്കും കൺവേർട്ട് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് അവേഴ്സിൽ കൗണ്ട് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന ഹോറിസോണ്ടലായിട്ട് നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വീഡിയോ എടുത്താൽ മാത്രമേ, അത് ഹോറിസോണ്ടൽ ഭാഗത്തിൽ വീഡിയോ എടുത്താൽ മാത്രമേ ലോങ് വീഡിയോ ആയാലും ഈ പറയുന്ന വാച്ച് അവേഴ്സിൽ കയറത്തുള്ളൂ. ലോങ് വീഡിയോ കാറ്റഗറിയിലോട്ട് പോവുകയും ഇപ്പോൾ ഈ ഹോറിസോണ്ടലിൽ എടുക്കുന്ന വീഡിയോ ലോങ്, അതായത് 3 minutes എബോവ് ഡ്യൂറേഷനുള്ള ഹോറിസോണ്ടൽ എടുക്കുന്ന വീഡിയോ ലോങ് വീഡിയോ കാറ്റഗറിയിലോട്ട് പോകും. നിങ്ങൾ വെർട്ടിക്കലായിട്ട് എടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 3 minutesലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഷോർട്ട് വീഡിയോസിലോട്ടേ പോകത്തില്ല. അപ്പോൾ അതിൽ കിട്ടുന്ന വ്യൂസ് നിങ്ങൾക്ക് കൗണ്ട് കിട്ടത്തില്ല, ഈ പറയുന്ന വാച്ച് അവേഴ്സിലോട്ട് കൗണ്ട് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ കഴിവതും ലോങ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഹോറിസോണ്ടൽ ലെവലിലോട്ട് വെച്ച് തന്നെ വീഡിയോ എടുക്കുക. അതാണ് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ഈ വാച്ച് അവേഴ്സ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഈ കാണുന്ന ആൾ, അതായത് ഈ പറയുന്ന 3 minute 4 minute വീഡിയോ ഞാൻ എന്തുകൊണ്ട് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീഡിയോ കുറച്ച് അത്യാവശ്യം നല്ല കണ്ടന്റുള്ള വീഡിയോ ആണെന്ന് വയ്ക്കുക. ഒരു 2-3 അതായത് ഈ പറയുന്ന കണ്ടന്റുള്ള വീഡിയോ ബെറ്റർ ആണ്. അപ്പം ഈ പറയുന്ന പുറത്തുള്ള ആൾക്കാർ, അതായത് നമുക്ക് ഈ ഓഡിയൻസ് നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 1 minute ഇല്ലെങ്കിൽ 1 second അല്ലെങ്കിൽ 3 secondനകത്ത് തന്നെ നമുക്ക് വീഡിയോ ഐ ക്യാച്ചിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഓഡിയൻസ് റിട്ടൻഷൻ നമുക്കാവും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ഒരു 3 seconds ഫസ്റ്റ് ഓഡിയൻസ് നോക്കുന്നത്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓഡിയൻസ് നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് എന്തെങ്കിലും ഐ ക്യാച്ചിങ് ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എങ്കിൽ മാത്രമേ ഓഡിയൻസ് റിട്ടേൺ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷേ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ ഫസ്റ്റത്തെ 3 seconds എപ്പോഴും ഓഡിയൻസിനെ കുറച്ച് എൻഗേജിങ് ആയിട്ട് വെക്കാനുള്ള ശ്രമം നടത്തുക. ഓഡിയൻസ് കുറച്ച് എൻഗേജിങ് ആയാലും അവർ നെക്സ്റ്റ് നമുക്ക് അവർ വെയിറ്റ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൂവി കാണുമ്പോൾ തന്നെയാണ് ഒരു പടം നമുക്ക് ത്രില്ലർ, ഇപ്പോൾ ഒരു പടം കാണുവാണെങ്കിൽ തന്നെ നെക്സ്റ്റ് എന്ത് നടക്കുന്ന എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു വിധം എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പോകത്തുള്ളൂ, നമ്മൾ കൂടെ വാച്ച് ചെയ്യത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 10-15 minute നോക്കാം, കൊള്ളില്ലെങ്കിൽ നമുക്ക് അടുത്ത വേറെ മൂവിലോട്ട് പോകും. സെയിം കാറ്റഗറി അപ്ലൈസ് ടു ദിസ് യൂട്യൂബ് വീഡിയോസ് ആസ് വെൽ. സോ ഓഡിയൻസ് റിട്ടൻഷൻ ചെയ്യുക. അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റത്തെ 3 seconds എപ്പോഴും കുറച്ച് അട്രാക്റ്റീവ് ആവാൻ ശ്രമിക്കുക. അങ്ങനെ ആവുന്നതിന് വിധം നിങ്ങൾക്ക് ഈ പറയുന്ന ഓഡിയൻസ് റിട്ടേൺ ആവുകയും കുറച്ചുകൂടി വീഡിയോ വ്യൂസ് പോവുകയും ചെയ്യും. അപ്പം ഈ പറയുന്ന 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുമ്പോൾ 2,40,000 മിനിറ്റ്. അപ്പം ഇതെങ്ങനെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 minute ദൈർഘ്യമുള്ള വീഡിയോ നിങ്ങൾ ഇടുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 1000 പേര് 2000 പേര് വീഡിയോസ് കാണുമെന്ന് വയ്ക്കുക. ഈ 1000 പേര് 2000 പേര് വീഡിയോസ് കാണുമ്പോഴും ഓരോ ആൾക്കാരും ഓരോ മിനിറ്റുകളായിരിക്കും നോക്കുന്നത്. ചില ആൾക്കാർ ഓഡിയൻസ് റിട്ടേൺ ആയിക്കോളാം, കുറച്ച് ബെറ്റർ വീഡിയോ നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചിട്ട് ചില ആൾക്കാർ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും. ചില ആൾക്കാർ പകുതി വെച്ച് പോകും. ചില ആൾക്കാർ ഫസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്നെ കൊള്ളില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പോകും. അങ്ങനെ ആൾക്കാർ പല കാറ്റഗറി ആണല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കും അവർ നോക്കി പോകുന്നത്. അപ്പം ഈ പറയുന്ന ലോങ് വീഡിയോസ് ഇടുന്നതിന് മൂലം നിങ്ങൾക്ക്
ഈ പറഞ്ഞ പല പല കാറ്റഗറി ആൾ നിങ്ങളുടെ വീഡിയോസ് നോക്കുമ്പോഴും പലരെ വ്യൂ ടൈം ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. ചിലർ കൂടുതലായിരിക്കും, ചിലർ കുറവായിരിക്കും. അങ്ങനെ കൂടിയും കുറഞ്ഞുള്ള വ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നതിന് വിധം നിങ്ങൾക്ക് ഈ വാച്ച് അവേഴ്സിൽ കൗണ്ട് ആവും. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഒരു 50,000 ആൾക്കാർ നിങ്ങൾ ഒരു വീഡിയോ കാണാൻ നോക്കിയോ, ഒരു 50,000 ആൾക്കാർ നിങ്ങൾ 5 മിനിറ്റുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യൂ മതി 4,000 വാച്ച് അവേഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ലോജിക്ക് സിമ്പിളാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഡ്യൂറേഷൻ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കൂട്ടി വയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറച്ച് എൻഗേജിങ് കൂടി ആവാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എത്തിച്ചേരുകയും ചെയ്യും. മാത്രമല്ല ഈ പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ഇട്ട് ഉടനെ തന്നെ വൈറലാവണമെന്നില്ല, ലക്കും വേണം, അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടും വേണം. നമ്മൾ ലക്കില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എഫേർട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായാലും വിജയിച്ച് വരും. ചിലതിപ്പം വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ വ്യൂസോ കാര്യങ്ങളൊന്നും പോയില്ലെന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഇട്ട് വ്യൂസ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. പോസ്റ്റ് ചെയ്യുന്നതിനും കൂടെ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് വേണം, എങ്കിൽ മാത്രം റിസൾട്ട് വരത്തുള്ളൂ. നമ്മൾ എഫേർട്ട് ഇടാതെ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് നടക്കത്തില്ല. അപ്പം നിങ്ങൾ വീഡിയോ ഇടുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. വീഡിയോ വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോ എന്തായാലും ക്ലിക്ക് ആവും. അതുവഴി നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ ഷോർട്സും കൂടി ഒരു സൈഡിൽ പോകട്ടെ, പക്ഷേ ലോങ് വീഡിയോസിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. അതുമുതൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻകം, ഈ പറയുന്ന വാച്ച് അവേഴ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുവഴി മാത്രമേ നിങ്ങൾക്ക് ഇൻകമിലോട്ട് എലിജിബിലിറ്റി നിങ്ങൾക്ക് ആവത്തുള്ളൂ. കാരണം ഈ പറയുന്ന വാച്ച് അവേഴ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ വാച്ച് അവേഴ്സ് അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകമിലോട്ട് എലിജിബിലിറ്റി വരത്തുള്ളൂ. എലിജിബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ ഈ പറയുന്ന ലോങ് വീഡിയോസിനുള്ള ഇൻകം കിട്ടിത്തുടങ്ങും. നമുക്ക് ഷോർട്ട് വീഡിയോസിൽ എനിക്ക് തോന്നുന്നത് ഒരു 1 മില്യൺ വ്യൂസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് എമൗണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന ലോങ് വീഡിയോസിൽ സെയിം ഇത് 1 മില്യൺ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എമൗണ്ട് കിട്ടും. ഡബിൾ ട്രിപ്പിൾ എക്സ് എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടന്റ് കുറച്ചുകൂടി എൻഗേജിങ് നോക്കുക. ഒരു 5 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള വീഡിയോ നോക്കുക.